ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും നീലിമയായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുക. അവിടെ അന്ന് പൈസ ഇട്ട് കൊടുത്ത അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുക ശ്രുതി പോലീസിന്. ആ സമയത്ത് ഇതൊക്കെ എന്താണെന്ന് നീലിമയോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീലിമയും സാറിനോട് പറയുന്നു. പിന്നെ നീ കാനഡയിലേക്ക് പോ, പിന്നാലെ ഞാൻ വന്നോളാമെന്നും പറഞ്ഞ ഇവൻ എന്നെ കാനഡയിലേക്ക് യാത്രയാക്കിയതെന്നുള്ള കാര്യമൊക്കെ ഈ നീലിമ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി അന്തം വിട്ട് നിൽക്കുക. പക്ഷെ ഇവനെ വന്നില്ല, എന്നെ ചതിച്ച് ഇവളെ വിവാഹം ചെയ്യുകയാണ് ചെയ്തതെന്നുള്ള കാര്യം നീലിമ ഇവിടെ പറയുന്നു. ഈ സമയത്ത് ശ്രുതിയെ നോക്കുക. സാർ, ഇവള് പച്ചക്കള്ളോ സാർ ഈ പറയുന്നത്? എൻ്റെ അറിവോടെയൊന്നും അല്ല മണി ട്രാൻസ്ഫർ ചെയ്തത്. മൊത്തം പണം ഇവൾക്ക് കൊടുത്ത് ഇവളെ പറഞ്ഞയച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ നിൽക്കുമോ സാറെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. പിന്നെ കാശ് കൈക്കലാക്കി ഞാൻ പോലും അറിയാതെ കാനഡയിലേക്ക് മുങ്ങുകയായിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു നമ്മുടെ ശ്രുതിയെ. അപ്പം അതാണ് ശരിക്കും സംഭവിച്ചതെന്ന് സാറിനും മനസ്സിലായി. സാർ, അതെൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ക്യാഷ് ആണെന്ന് പറയുമ്പം അത് നീ അദ്ദേഹത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാണോടാന്ന് ചോദിച്ചു സാർ അന്നേരം. അയ്യോ അല്ല സാർ, അതെനിക്ക് എൻ്റെ അച്ഛൻ തന്നെ തന്ന കാശാണെന്നും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കല്യാണത്തിന് അച്ഛൻ എന്നെ നിർബന്ധിച്ചു, അവളെ കെട്ടാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ എനിക്ക് കാശ് തന്നതെന്നുള്ള കാര്യങ്ങളിങ്ങനെ ശ്രുതി പറയുക. ഇവളെ ഇഷ്ടമായതുകൊണ്ട് ഇവളെ കെട്ടാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും പുറത്ത് എവിടെയെങ്കിലും പോയി ബിസിനസ് ചെയ്ത് അച്ഛൻ തന്ന കാശ് തിരികെ കൊടുക്കാമെന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നതാണെന്നും പക്ഷേ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് ഇവൾ ആ കാശുമായിട്ട് കടന്നു കളഞ്ഞു സാറെന്ന് പറയാ ശ്രുതി. ഇവളെന്നെ ചതിക്കുകയാണ് ചെയ്തത് സാറിന്നൊക്കെ. സാർ, ഇവൻ ചുമ്മാ കള്ളം പറയുന്നതാ, ഇവനാണ് എന്നെ ചതിച്ചതെന്ന് ഈ നീലിമ പറയുന്നു. അപ്പം കള്ളം പറയുന്നത് നീയാ, നാണം കെട്ടവളെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു. പ്രണയം നടിച്ച് ശ്രുതിയെ ചതിച്ച് കാശും കൈക്കലാക്കി കടന്നു കളഞ്ഞവളല്ലേ നീ എന്ന കാര്യം ചോദിക്കാം. എന്നിട്ട് ഇപ്പോൾ ശ്രുതിയാണ് അത്ര ചതിച്ചത്. ശ്രുതിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കണം. അതെല്ലാം കേട്ടി സാർ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. സാർ, ഇവളെ അറസ്റ്റ് ചെയ്ത് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ സത്യം ഇവള് പറയും സാർ. ഇവളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും എൻ്റെ കാശൊന്ന് വാങ്ങിച്ച് തരണം സാർ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുക. അപ്പോൾ ഞാനെന്തിന് കാശ് കൊടുക്കണം സാർ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്നും കള്ളം പറഞ്ഞ് എന്നിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ ഇവൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം നീലിമ പറയുന്നു. അപ്പോൾ തെറ്റ് ചെയ്തത് ഇവളാണ് സാർ, അത് ഇവളെ അറസ്റ്റ് ചെയ്യുക, സത്യം ഇവള് പറഞ്ഞോളൂ എന്ന് ശ്രുതിയും പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തർക്കത്തിൽ ഇങ്ങനെ ഇരിക്കാം. അപ്പം ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായെന്നുള്ള കാര്യം സാറ് പറഞ്ഞു. അപ്പം നീ ഇവനെ ചതിച്ച് കൈക്കലാക്കിയ പണം ഇവന് തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു SI സാറ്. സാർ, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇങ്ങനെ പറയുന്നതെന്ന് നീലിമ അന്നേരം ചോദിച്ചു. ഞാൻ ആരെയും ചതിച്ച് കൈക്കലാക്കിയിട്ടൊന്നുമില്ല ഒന്നും. ഇനി ഞാൻ സാറിനോട് സംസാരിക്കില്ല, എൻ്റെ ലോയർ സാറിനോട് സംസാരിക്കും, അഡ്വക്കേറ്റ് ഇപ്പോൾ വരും എന്ന കാര്യം നീലിമ അവിടെ നിന്ന് പറയാം. അപ്പോഴേക്കും ശ്രുതിയും ആകെ ധർമ്മസങ്കടത്തിലായി. ഒന്നും ചെയ്യാൻ പറ്റാതെ അവരങ്ങനെ ഇരിക്കുക. നീലിമ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതി പുറത്ത് തൻ്റെ വണ്ടിയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക വിഷമിച്ച്. ഈശ്വര, ഇനിയിപ്പോൾ ഇവർ എൻ്റെ വണ്ടി അങ്ങനെ എനിക്ക് തരാതിരിക്കോ, സച്ചേട്ടനൊന്ന് വിളിച്ചാലോ എന്നും പറഞ്ഞിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് സച്ചിയുടെ കോള് വന്നു. ഇതിൻ്റെ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ സച്ചേട്ടൻ വിളിച്ചല്ലോ അതും പറഞ്ഞു ചാടി ഫോണെടുത്തു. അപ്പോൾ രേവതി, നീ എവിടെയാണെന്ന് ചോദിച്ചു എടുത്ത വഴി. അല്ല, എന്താ സച്ചേട്ടാ ചോദിച്ചേ? അല്ല, നീ വീട്ടിലാണോ ഉള്ളത് അതോ നീ പൂവിക്കാനോ മറ്റോ പോയതാണെന്ന് അറിയാൻ ചോദിച്ചതാണെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാനേ ഇവിടെ അടുത്തുണ്ട്, നീ വീട്ടിലാണെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പം അത് പിന്നെ സച്ചേട്ടാ, അത് പിന്നെ ഞാൻ വീട്ടിലില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഭയങ്കര കരച്ചിൽ. രേവതി, നീ എന്തൊക്കെയാ പറഞ്ഞു? എനിക്കത് മനസ്സിലാകുന്നില്ല. എന്താ രേവതി, നീ ഇങ്ങനെ കരയാതെ കാര്യം പറ, പ്രശ്നം പറയാൻ പറഞ്ഞു. നീ കരയാതെ ചുമ്മാ കാര്യം പറഞ്ഞ രേവതി, നീ പറഞ്ഞാലല്ലേ എന്താ സംഭവം എന്ന് എനിക്ക് അറിയുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കടയിൽ പൂ കൊടുത്തിട്ട് വരുമ്പോഴേക്കും പോലീസുകാർ എടുത്തുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. സ്കൂട്ടറിൽ പൂ വിൽക്കാനും പാടില്ലേ? ആരാ വണ്ടി എടുത്തുകൊണ്ട് പോയത്? അന്ന് എടുത്തുകൊണ്ട് പോയതുപോലെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പം അയ്യോ അല്ല, ഇത് പോലീസ് എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞു. പോലീസോ? ഇതെന്താ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഓ, നിനക്ക് എന്താ രേവതി, കണ്ണും മൂക്കൊന്നും ഇല്ലേ? ബോർഡ് കാണത്തില്ലേ അവിടെ? നീ ഇതിന് അവിടെ തന്നെ കൊണ്ടുവന്ന് വണ്ടി വെച്ചത്? അപ്പം ഞാൻ ആ ബോർഡ് ശ്രദ്ധിച്ചില്ല സച്ചേട്ടാ, പിന്നെ പെട്ടെന്ന് പോവാലോ എന്ന് കരുതി ഓപ്പോസിറ്റ് റോഡിലാണ് ഞാൻ വണ്ടി വെച്ചതെന്നുള്ള കാര്യവും രേവതി പറഞ്ഞു. പൂവ് എടുത്തിട്ട് വേഗം വരാവല്ലോ എന്ന് കരുതി ഞാൻ വണ്ടി അവിടെ വെച്ചതെന്ന് പറയുമ്പം ശരി കരയാതെ,
അല്ല ഇപ്പം നീ എന്തിനിപ്പോൾ ഇങ്ങനെ ഒന്ന് കരയണേ, കരഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ എൻ്റെ വണ്ടി സച്ചേട്ടാ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല രേവതി. എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല സച്ചേട്ടൻ, ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നീലിമയുടെ അഡ്വക്കേറ്റ് നമ്മുടെ രേവതിയെ തൊട്ടില്ലെന്നും പറഞ്ഞ് ഞാൻ കയറിപ്പോന്നു. അപ്പോൾ പോലീസുകാരനെ വണ്ടി തിരിച്ച് തരില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് ഭയങ്കര കരച്ചിൽ, എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ച് വരാമെന്നും പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുന്നത്. ഈ സമയത്ത് അവരകത്തിരിക്കുന്നത് കാണിക്കുന്നു. അപ്പോഴേക്ക് ഈ വക്കീൽ അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ എന്തിനാണ് ഇതുപോലെ കള്ളത്തരങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ചു ജീവിക്കുന്നത്? ഇതിലും ഭേദം നീ ഇപ്പോൾ പിച്ചെടുക്കുന്നതാണെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം താനല്ലേ പറഞ്ഞത് എന്നോട് ഇനി സംസാരിക്കില്ല, തൻ്റെ അഡ്വക്കേറ്റ് മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊക്കെ. എവിടെ തൻ്റെ അഡ്വക്കേറ്റ് എന്ന് SI സാറ് നീലിമയോട് ചോദിച്ചു. നീലിമ അന്നേരം ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലേക്ക് നിൽക്കുക. ആ സമയത്ത് അഡ്വക്കേറ്റ് അകത്തേക്ക് കയറി ചെല്ലുകയും ചെയ്തു. നമസ്കാരം സാർ എന്നും പറഞ്ഞ് അകത്തേക്ക് ചെന്നപ്പോൾ സാർ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നീലിമയ്ക്ക് കുറച്ച് സമാധാനമൊക്കെ ആയി. അപ്പം നമസ്കാരമൊക്കെ പറഞ്ഞ് അയാളെ അകത്തേക്ക് വിളിച്ചു. അപ്പം ഞാൻ നീലിമ മേഡത്തിൻ്റെ ലോയറാണെന്നും മേഡത്തിന് വേണ്ടി വന്നതാണെന്നും പറയുമ്പോൾ അയാളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അയാൾ അവിടെ ഇരുന്നു. ഇവൻ്റെ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത് കാനഡയിൽ ഒളിവിൽ കഴിയുമായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നപ്പോൾ കയ്യോടെ പിടികൂടിയതാണെന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ SI സാർ. അപ്പം മാഡം കാനഡയിൽ ഒളിച്ചു താമസിച്ചൊന്നും അല്ല, അവിടെ സ്റ്റാർട്ടപ്പ് ബിസിനസ് നടത്തുകയായിരുന്നു എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് അടിച്ചെടുത്ത കാശ് കൊണ്ട് ബിസിനസ് തുടങ്ങി അല്ലേ, ഏതായാലും കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം ശ്രുതി പറയാം. ശ്രുതിയെ കബളിപ്പിച്ച് കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇവളെ അറസ്റ്റ് ചെയ്യണം സാർ എന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞു. അപ്പോൾ മേഡം ക്യാഷ് അടിച്ച് മാറ്റിയെന്നു, അതിനെന്താ തെളിവ്? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുണ്ടോ എന്ന് ഈ വക്കീൽ ചോദിക്കുക. അപ്പോൾ സാർ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇവളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖകളും കാര്യങ്ങളും ഉണ്ട്, അത് ഞാൻ സാറിന് കാണിച്ചിട്ടുള്ളതല്ലേ എന്ന് ശ്രുതി ചോദിച്ചു. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം വക്കീൽ പറയുക. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം മേഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാമെന്ന് സമ്മതിച്ച് ബാങ്ക് പ്രൊസീജിയർ ഫോമിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് വക്കീൽ അന്നേരം. ആ സമയത്ത് മൊത്തത്തിൽ ചക്ക കൊഴിയുന്നത് പോലെ അങ്ങ് കുഴഞ്ഞു. അപ്പോൾ സാർ ഇതാണ് ഫയൽ, ഇദ്ദേഹം സൈൻ ചെയ്ത ഫോമിൻ്റെ കോപ്പിയാണിതെന്നും പറഞ്ഞ് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ SI സാർ ഇതെല്ലാം മേടിച്ച് നോക്കിയപ്പോൾ എല്ലാം ശരിയാണ്. അപ്പോഴത്തേക്കും നീ എന്തെങ്കിലും സൈൻ ചെയ്തായിരുന്നു എന്ന് ശ്രുതിയോട് പതുക്കെ ചെവി ചോദിക്കാം. അപ്പോൾ ചെയ്തിരുന്നു എന്നുള്ള കാര്യം ശ്രുതി പറയാം. അവൾ പറഞ്ഞപ്പോൾ ഞാനൊരു ഫോമിൽ ഒപ്പിട്ട് കൊടുത്തതാണെന്നും അത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. വായിച്ച് നോക്കാം, അത് ഒപ്പിട്ട് കൊടുത്തല്ലേ, അപ്പോൾ എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയാം. അങ്ങനെ സാർ, അതായത് ഈ പോലീസുകാരൻ ഇതെല്ലാം വായിക്കുന്നു. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ നീലിമയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ നിൽക്കുക കേട്ടോ. രേവതി എൻ്റെ വണ്ടി അവർ തരില്ലേ സച്ചേട്ടാന്ന് ചോദിച്ച് ഭയങ്കര കരച്ചില്ല. അപ്പോൾ കരയാതെ രേവതി അതെങ്ങനെ തരാതിരിക്കും, ഫൈൻ അടച്ചാൽ അവർ വണ്ടി തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈൻ അടയ്ക്കാൻ എൻ്റെ കയ്യിൽ കാശൊന്നും തികയില്ല സച്ചേട്ടാ, കടയിൽ പൂ കൊടുത്തപ്പോൾ ആ ചേച്ചി തന്നു 200 രൂപ എൻ്റെ കയ്യിലുള്ളൂ എന്ന് രേവതി പറഞ്ഞു. എന്താ രേവതി ഇത്, പുറത്ത് പോകുമ്പോൾ ഒരു 500 1000 ഒക്കെ പേഴ്സിലെടുത്ത് വെക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ മറന്നുപോയി സച്ചേട്ടാ. മറന്നുപോയി, ഇപ്പോൾ അതേ പെട്ടില്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അയ്യോ, ഫൈൻ അടച്ചില്ലെങ്കിൽ വണ്ടി കിട്ടത്തില്ല എന്ന് രേവതി ചോദിച്ചു. അപ്പം നീ കരയാതിരിക്കുക, നീ ടെൻഷൻ ആവാതെ, ഞാനിപ്പോൾ അങ്ങോട്ട് വരില്ലേ, ഏത് സ്റ്റേഷനിലാണെന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റേഷൻ്റെ പേരും പറഞ്ഞു. രേവതി അവിടെ നിന്ന് വണ്ടിയെ നോക്കി പിന്നെയും കരച്ചില്ല. ഈ സമയത്ത് അകത്ത് പോലീസുകാർ പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്നതൊക്കെ രേവതി പുറത്തു നിന്ന് കാണും കേട്ടോ. പക്ഷെ ഇവരാണെന്നുള്ളത് രേവതിക്ക് അറിയില്ല. ഈ സമയത്ത് ഈ ഫയലുകളും കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ സാർ എന്നിട്ട് ശ്രുതിയെ ഒരു നോട്ടം, ഇതുപോലെ ഒരു മരമണ്ടൻ എന്നുള്ളൊരു രീതിയിൽ. ആ നേരത്ത് ഇയാളാണെങ്കിൽ ആ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ വനിതാ പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇവളെ വിശ്വസിച്ച് സൈൻ ചെയ്ത് കൊടുത്തതാണ് സാർ, ഇങ്ങനെ ഇവളെന്നെ ചതിക്കുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി. ഇവൻ ഓരോരോ കഥകൾ ഉണ്ടാക്കുക സാർ, ഞാൻ ഇവനെ ചതിച്ചിട്ടൊന്നുമില്ല, എഡ്യൂക്കേറ്റഡ് അല്ലേ ഇവൻ, ഒന്നും ആലോചിക്കാതെ സൈൻ ചെയ്ത് തരുമോ എന്നൊക്കെ അന്നേരം നീലിമ ചോദിച്ചു. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക, ഹീ ഈസ് എ ഫ്രോഡ് എന്നും പറഞ്ഞ് നീലിമ ഭയങ്കര ഡയലോഗ്, എൻ്റെ പണം തട്ടാൻ ശ്രമിക്കുക ഇവനെന്നും പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ ഇറക്കുമ്പോൾ മതി നിർത്താൻ പറഞ്ഞു ശ്രുതി ഭയങ്കര ടച്ച് വെച്ച്. കള്ളം പറയുക നീ, യു ആർ എ ക്രിമിനൽ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നീലിമയോട് പറഞ്ഞു. ഇതൊക്കെ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക. SI സാറും അതുപോലെ തന്നെ വക്കീൽ സാറും. സാർ, ഇവള് പ്ലാൻ ചെയ്ത് എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അവൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ ശ്രുതി പറയുമ്പം സാർ, ഞാൻ ഇവനെ പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ടാണ്, ഇവനാണ് എന്നെ വഞ്ചിച്ചതെന്നുള്ള കാര്യം നീലിമ അന്നേരം പറഞ്ഞു. എന്നിട്ട് ഭയങ്കര ഇത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എഴുന്നേറ്റ് നീലിമയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ആത്മാർത്ഥത, ഇത്തിരിയെങ്കിലും സ്നേഹം നിനക്ക് ശ്രുതിയോടുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് ശ്രുതി പറയാം. ശ്രുതിയിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി നീ പ്രണയം നടിച്ചല്ലേ എന്ന് ചോദിച്ചു. 6 മാസം ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്, ഇവനോട് സ്നേഹമില്ലെങ്കിൽ അങ്ങനെ കഴിയുമോ എന്നുള്ള കാര്യം നീലിമ ചോദിക്കുക. ആ സാറൊക്കെ അന്തം വിട്ടു. നീ ഒന്നിച്ച് കഴിഞ്ഞത് സ്നേഹം കൊണ്ടൊന്നുമല്ല, പണത്തിന് വേണ്ടിയല്ലേടി, പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ശ്രുതി. അത്രയ്ക്ക് ചീപ്പാ നീ.
അപ്പം മര്യാദയ്ക്ക് നീ സംസാരിക്കണമെന്ന് നീലിമ അവിടെ നിന്ന് ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞു. നിന്നെപ്പോലെ ഒരു ഫ്രോഡിനോട് എന്ത് മര്യാദയാണ് കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മതി നിർത്താൻ പറഞ്ഞു SI സാറ്. എന്താ ഇവിടെ കിടന്നത്, ചന്തയാണോ എന്ന് ചോദിച്ചു ഇവരോട് ദേഷ്യപ്പെട്ടു. നീ ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ വിളിച്ചിരുത്തി. ഇത് തെരുവല്ലെന്നും പറഞ്ഞ് ഈ വിഷയം നിങ്ങൾ തള്ളി തീർക്കാനാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഇവളോട് സംസാരിച്ചതിൻ്റെ കാശ് വാങ്ങിച്ചു താ സാർ, അല്ലെങ്കിൽ ഇവളെ അറസ്റ്റ് ചെയ്ത് ജയിലിടണം സാറെന്നും ശ്രുതി പറയാം. സാർ, ഞാൻ ഇവനെ കാശ് കൊടുക്കില്ല, ഇവൻ എന്നെ വഞ്ചിച്ചതിനുള്ള കോമ്പൻസേഷനാണ് ആ പണമെന്നുള്ള കാര്യം നമ്മുടെ നീലിമ പറയുന്നു. സാറാണെങ്കിൽ ആകെ വിയർത്തിരിക്കുവാണ്. ശ്രുതിക്കും ആകെ ടെൻഷനായി, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുവാട്ടോ. രേവതി ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സച്ചി അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ സച്ചിയുടെ അടുത്തേക്ക് രേവതി ഓടിച്ചെന്നു. നോക്ക് സച്ചിയുടെ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക, ഞാൻ അറിയാതെ അവിടെ പാർക്ക് ചെയ്ത് പോയതാന്ന് പറഞ്ഞത് രേവതിയോട്. എന്ത് പാർക്ക് ചെയ്തെന്നോ, നോ പാർക്കിംഗ് ബോർഡ് ഉള്ളപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സച്ചേട്ടാ, റോഡൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന്, പെട്ടെന്ന് വരാമെന്ന് കരുതി വണ്ടി നിർത്തി കടയിലേക്ക് പോയതാ. ഞാൻ തിരികെ വരുമ്പോഴേക്കും പോലീസ് വണ്ടി എടുത്തുകൊണ്ട് വന്നതാണെന്ന കാര്യമൊക്കെ രേവതി ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിയാണെ ആകെ വലുതായിട്ട് നിൽക്കുക കേട്ടോ. സച്ചിട്ട് നമ്മുടെ വണ്ടി കിട്ടില്ലെന്ന് ചോദിച്ചു. നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ട് നിർത്തുന്നതിൻ്റെ ഹോബിയാണോ? അന്ന് മാർക്കറ്റിൽ പൂവെടുക്കാൻ പോയപ്പോൾ നോ പാർക്കിംഗ് ഏരിയയിൽ എൻ്റെ വണ്ടി നിർത്തി ഫൈൻ അടപ്പിച്ചവളല്ലേ നീ എന്നുള്ള കാര്യം സച്ചി രേവതിയോട് ചോദിച്ചു. അപ്പോൾ ഇതൊന്നും കരുതി കൂട്ടി ചെയ്യുന്നതല്ലല്ലോ സച്ചിയേട്ടാ. അന്ന് രേവതി പോലീസ് വരുമെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ പോലീസ് വരികയോ വരാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമ്മൾ വേണ്ട ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ നിവർന്നു നിന്ന് സംസാരിക്കാം. ഇതിപ്പോൾ പോലീസുകാരുടെ മുന്നിൽ നിന്ന് കെഞ്ചുകയാണ് വേണ്ടതെന്നുള്ള കാര്യം സച്ചി പറഞ്ഞു. ആ ബോക്സിൽ നിറയെ പൂക്കളുണ്ട് സച്ചേട്ടാ, അതൊക്കെ വാടിപ്പോകുമെന്ന് പറയുമ്പോൾ അപ്പോൾ അതാണോ മുഖ്യമെന്ന് സച്ചി ചോദിക്കുക. ഇവിടെ ഫൈൻ അടച്ചാൽ വണ്ടി വിട്ടു തരേണ്ടത്, അതിന് കോടതിയിൽ പോയി എടുക്കണമെന്ന് മറ്റു പറയുമോ എന്തോ. അപ്പോൾ അയ്യോ കോടതിയിൽ പോയി എടുക്കാനോ, അയ്യോ അങ്ങനെ അപ്പോൾ ഇവിടുന്ന് വണ്ടി ഒന്നും തരത്തില്ലേ എന്നൊക്കെ രേവതി ചോദിച്ചു കേട്ടോ. ഈശ്വര, എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞ് രേവതി കിടന്ന് ഇങ്ങനെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങിത്തന്ന വണ്ടി ഞാൻ സൂക്ഷിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചു തന്ന വണ്ടി എന്ന് കൂടെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് സച്ചി പറഞ്ഞു. നീ കറിയാതിരിക്കും, വാ നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് ഒരു സാറിനെ കണ്ട് രേവതിയും കൂട്ടി സംസാരിക്കുക. എന്താണോ എന്ന് ചോദിക്കുമ്പോൾ സാർ നോ പാർക്കിംഗ് ഏരിയയിൽ ഇവളുടെ വണ്ടി പാർക്ക് ചെയ്തതിന് സ്കൂട്ടർ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചാൽ വാട്ടർ സർവീസ് ചെയ്ത് തരുമെന്ന് കരുതിയോ, അത് ഞങ്ങൾ തൂക്കിയെടുത്തുകൊണ്ട് വരുമെന്നുള്ള കാര്യം സാറ് പറഞ്ഞു. അപ്പോൾ കച്ചവടമാണ് സാർ ഇവളുടെ ജോലി. ആ വണ്ടിയിൽ കൊണ്ടുപോയ പൂ വിറ്റ് ജീവിക്കുന്ന ഒരു കടയിൽ പൂ കൊടുക്കാൻ പോയപ്പോൾ വണ്ടി അറിയാതെ അവിടെ നിന്ന് വെച്ചു പോയതാണെന്ന് പറഞ്ഞു. അതെങ്ങനെ അറിയാതെ നിർത്തിയിടും? അവിടെ നോ പാർക്കിംഗ് ബോർഡ് ഇല്ലായിരുന്നോ? എന്താ ഈ കുട്ടിക്ക് കണ്ണ് കാണത്തില്ലേ എന്ന് ചോദിച്ചു കേട്ടോ സാറ്. ആ സമയത്ത് അത് പിന്നെ പുതിയ വണ്ടിയാണ് സാർ, ഇവൾ ഓടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ, ചെറിയ പരിചയക്കുറവുണ്ട്, അതാണ് ബോർഡ് ശ്രദ്ധിക്കാതെ അവിടെ വെച്ചത്. അപ്പോൾ പൂ വിൽക്കാനായിട്ട് സച്ചേട്ടൻ എനിക്ക് പുതിയ വണ്ടി വാങ്ങിച്ച് തന്നതാ സാർ എന്നൊക്കെ രേവതി ഇങ്ങനെ പറഞ്ഞു. നീ മിണ്ടായിരിക്കിടയ്ക്ക് കയറി സംസാരിക്കാതെ എന്ന് പറഞ്ഞു സച്ചി രേവതിയോടെ. അറിയാതെ പറ്റിപ്പോയതാ സാറേ, വണ്ടി തിരികെ തരണം എന്ന് പറയും. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും തെറ്റ് തന്നെയാണെന്ന് അന്നേരം സാറ് പറയും. നിങ്ങൾ ചോദിച്ച ഉടനെ വണ്ടി തരുമെന്ന് നിങ്ങൾ കരുതിയോന്ന് ചോദിച്ചു. അയ്യോ ഈ തെറ്റ് ഇനി ആവർത്തിക്കില്ല സാർ, സത്യമായിട്ടും ആവർത്തിക്കില്ല സാർ എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ താണുകയാണ് പറയുക കേട്ടോ. പിന്നെ സാർ ഈ വണ്ടിയിൽ പോയാണ് പൂക്കൾ വിൽക്കുന്ന വണ്ടി ഇല്ലെങ്കിൽ കച്ചവടം നടക്കില്ല സാർ, ആകെ കഷ്ടത്തിലാകും സാർ. അപ്പോൾ ഇയാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ടാക്സി ഡ്രൈവറാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ നിയമങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലേ, അത് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്ന് സാറ് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ വണ്ടി തരാനൊന്നും പറ്റത്തില്ല, ഒന്നെങ്കിൽ ഫൈൻ കെട്ടണം അല്ലെങ്കിൽ കോർട്ടിൽ പോയി വാങ്ങണമെന്നുള്ള കാര്യം പറഞ്ഞു. അന്നേരത്തേക്ക് നമ്മുടെ രേവതി അയ്യോ എന്ന് പറഞ്ഞു നിൽക്കുക. സാർ ഞങ്ങളിവിടെ ഫൈൻ അടച്ചോളാം സാർ, കോടതിയിലൊന്നും എത്തിക്കരുതെന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു. അന്നേരത്തേക്ക് നമ്മുടെ രേവതി കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടത് ഇത്ര വലിയ തെറ്റാണ് സാറിന് രേവതി ചോദിക്കുക. ഞാൻ കൊള്ളയടിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ രേവതി ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം രേവതി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. സച്ചി കിട്ടണതും കൂടെ കിട്ടാതാക്കുക രേവതിയുടെ വായിലെ നാവ്. ഞങ്ങളെപ്പോലെ ദിവസ വരുമാനത്തിന് ജോലി ചെയ്യുന്ന പാവങ്ങളെ നിസാര കാര്യത്തിന് നിങ്ങളിങ്ങനെ പിടികൂടൂല്ലേ സാർ എന്നൊക്കെ ചോദിച്ച് രേവതി ഭയങ്കര ഡയലോഗുകൾ എടുക്കുന്നു. നിനക്ക് നല്ല നാവുണ്ടല്ലേ, നിന്റെ സംസാരം കേട്ടാൽ ഞാനെന്താ കൊള്ളസങ്കേതത്തിൻ്റെ തലവനാണെന്ന് തോന്നുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സാർ രേവതിയോട് ചൂടായി. തനിക്ക് ഞാൻ തരാം, വണ്ടി കോടതി പോയി വാങ്ങിച്ചാൽ മതിയെന്ന് പറയുമ്പോഴേക്കും അയ്യോ സാർ അപ്പോൾ ഒന്ന് മിണ്ടായിരിക്കും രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുക രേവതിയോട്. സാർ അവൾ അറിയാതെ പറഞ്ഞു പോയതാ സാർ, ഞങ്ങൾ ഫൈൻ അടച്ചോളാം സാർ, വണ്ടി വിട്ട് തരണം സാർ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഈ കുട്ടി അറിയാതെ വണ്ടി അവിടെ നിർത്തിയിട്ടു. ഇവർക്കെന്താ ഒന്നും അറിയില്ലേ, ഇവ മണ്ടിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാർ സച്ചിയോട് ദേഷ്യപ്പെടുക. അപ്പോൾ അല്ല സാർ
അപ്പോൾ കോടതി കയറിയാലേ ഈ കുട്ടി പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സാർ അവിടുന്ന് പോകുമ്പോൾ സച്ചി എന്ന് കാല് പിടിക്കാം. സാർ കോടതിയിൽ എത്തിക്കരുത് സാർ, ഞാൻ ഫൈൻ അടച്ചോളാം സാർ, വണ്ടി വിട്ടു തരണം സാർ, പ്ലീസ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ട്രാഫിക് എസ് ഐ സാർ വരട്ടെ, നിങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിക്കുക, എന്ത് വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സാറും അവിടുന്ന് പോയി. അപ്പോൾ സാറേ കുറേ കടകളിൽ പൂ കൊടുക്കാനുണ്ട് സാറേ, വണ്ടിയിലെ ബോക്സിൽ നിറയെ പൂക്കളെ സാറേ, വൈകി അതൊക്കെ വാടിപ്പോകും സാറേ, എനിക്ക് ആകെ നഷ്ടം വരും സാറേ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ പറയുമ്പോൾ, ഓ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ആ ബോക്സിലെ പൂക്കൾ കൊടുത്തിട്ട് വേഗം സ്ഥലം വിടാൻ നോക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സാറ് പറഞ്ഞു. ദേ താൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ഈ കുട്ടി ഇവിടെ നിന്നാലേ നിനക്ക് വണ്ടി കിട്ടാനേ സുപ്രീം കോടതി വരെ പോവേണ്ടി വരുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ആ സാറ് പറഞ്ഞു. രേവതിയുടെ വായുടെ നാവിൻ്റെ ഗുണമേ. അപ്പോൾ എസ് ഐ വരുന്നത് വരെ താൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എസ് ഐ സാറ് ഞാൻ വേഗം വരുമോ സാർ, അപ്പോൾ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വരാൻ ഞാൻ എസ് ഐ സാറിനോട് വിളിച്ചു പറയാം എന്ന് നമ്മുടെ ആ സാറ്. എന്നാൽ പിന്നെ വിളിച്ച് പറയും സാർ, ഫോൺ ചെയ്താൽ സാറിനോട് പെട്ടെന്ന് വരാൻ പറ അല്ലേ എന്ന് രേവതി ഒന്ന് വിളിച്ച് പറയും സാർ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ നിന്ന് പൊട്ടത്തരം തന്നെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് സച്ചി ഒരു വലിച്ച ചിരി. രേവതി എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. സാർ അദ്ദേഹം വരുമ്പോൾ വന്നോട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ തനിക്ക് ബുദ്ധിയുണ്ടല്ലോ എടോ എന്ന് പറഞ്ഞിട്ട് ആ സാർ അവിടെ നിന്ന് പോയി. രേവതി ആണെങ്കിൽ ഇങ്ങനെ വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു. ഒരു ഓട്ടം പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അയ്യോ സാർ, ഇല്ല സാർ, പോകാൻ പറ്റില്ല, ഒരു വണ്ടിക്ക് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. ആ ശരി സാർ, ഓക്കെ സാർ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരെ വണ്ടിയിൽ നോക്കി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ നിൽക്കുക. ഇവരകത്തുള്ളതൊന്നും അവരറിയുന്നില്ല, അവർ പുറത്തുള്ളത് ഇവരും അറിയുന്നില്ല. ഈ ഒരു സമയത്ത് പിന്നെ അകത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരകത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നീലിമയുടെ മറവിൻ്റെ പുറകിൽ, ജനലിൻ്റെ പുറകിൽ ഈ സച്ചി രേവതി വന്ന് ഇങ്ങനെ നിൽക്കുക. ഇവരകത്തിരിക്കുന്ന ഒന്നും കാണുന്നില്ല കേട്ടോ. അവരവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ശ്രുതിയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഈ എസ് ഐ സാറാണെങ്കിൽ ഇവരെ രണ്ടുപേരെ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ എനിക്ക് വേറെ വിവാഹം കഴിക്കാനായിട്ട് ഞാൻ ഇവളെ കാനഡയിലേക്ക് പറഞ്ഞു വിട്ടുവെന്നാണ് ഇവൾ പറയുന്നതെന്നുള്ള കാര്യം ശ്രുതി ഇങ്ങനെ പറയണു. നേരം അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല സാർ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവൾക്ക് ഇത്രയും വലിയൊരു തുക കൊടുത്ത് വിടുമോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ സാറിനോട് ചോദിക്കുക. അതെല്ലാം കേട്ടപ്പോൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണെന്നും പിന്നെ ഇവൻ എന്നെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കാനഡയിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്നുള്ള കാര്യവും, എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇവൻ കാനഡയിലേക്ക് വരില്ലായിരുന്നോ എന്ന് നീലിമ ചോദിക്കാം. ഇവൻ ഇവളെയും കെട്ടി സുഖമായിട്ട് ഇവിടെ കഴിയുകയാണ് ചെയ്തത്, എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് നീലിമ കഥ വേറെ റൂട്ടിലേക്ക് തിരിച്ചുവിടുന്നു. ഇവർക്ക് വായടച്ച് വെക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ആ രണ്ടെണ്ണങ്ങൾ പാവങ്ങൾ പുറത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.